ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എന്നതാണ്. ആദ്യം നമുക്ക് ഹാസും ഹാവും പഠിക്കാം. മലയാളത്തിൽ ഹാസിനും ഹാവിനും ഉണ്ട് എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഹാസും ഹാവിനും ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട് വാക്കിനും ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റുകളായ ഹി, ഷീ, ഇറ്റ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെയോ ഹാവ് നമ്മൾ പ്ലൂറൽ നൗണായ ഐ, യു, വി, ധേ അതെല്ലാം ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗണിൻ്റെ കൂടെയോ ഉപയോഗിക്കും. അപ്പോൾ ആദ്യം പറയാം. ഹാസ്, ഹാവ് മലയാളത്തിൽ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് ഹാസും ഹാവും മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. ഹാസ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റുകളായ ഹി, ഷീ, ഇറ്റ് അതല്ല ഏതെങ്കിലും ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെയോ, ഹാവ് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റുകളായ ഐ, യു, വി, ധേ അതല്ല ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗണിൻ്റെ കൂടെയോ ആണ് ഉപയോഗിക്കുക. എക്സാമ്പിൾസ് നോക്കാം. എനിക്കൊരു പാർട്ടിക്ക് പോകേണ്ടതുണ്ട്. എനിക്കൊരു പാർട്ടിക്ക് പോകേണ്ടതുണ്ട് എങ്ങനെ പറയും? എനിക്കല്ലേ, ഐ ഹാവ് ടു go to a party. Go to a party. I have to go to a party. ഇവിടെ എനിക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. എനിക്ക് എന്ന വേർഡിന് നമ്മൾ ഐ ആണ് പറയുക അല്ലേ. ഐ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. ഇനി എനിക്കെന്നതിന് പകരം അവനൊരു പാർട്ടിക്ക് പോകേണ്ടതുണ്ട് എന്നായിരുന്നെങ്കിൽ അവന് എന്ന വേർഡ് നമ്മൾ ഹീ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഹാവിന് പകരം നമ്മൾ ഹാസ് ഉപയോഗിക്കും. ഹീ ഹാസ് ടു ഗോ ടു എ പാർട്ടി. അടുത്ത എക്സാമ്പിൾ. ഞങ്ങൾക്കൊരു കാറുണ്ട്. ഞങ്ങൾക്കൊരു കാറുണ്ട് എങ്ങനെ എഴുതാം? ഞങ്ങൾക്ക് എന്നതിന് നമുക്ക് വി എഴുതാം. വി ഹാവ് എ കാർ. വി ഹാവ് എ കാർ. ഇവിടെയും വി പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാവ് എഴുതിയത്. വി ഹാവ് എ കാർ. അടുത്ത എക്സാമ്പിൾ. ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ടുണ്ട് എങ്ങനെ പറയും? ഐ ഹാവ് മെറ്റ് യു ബിഫോർ. I have met you before. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ടില്ല എന്നാണെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് എങ്ങനെ പറയാം? I haven't met you before. I haven't met you before. ഇവിടെ ഇല്ല അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത് ഹെൽപ്പിംഗ് വെർബായ ഹാവിൻ്റെ കൂടെ നോട്ട് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു സെൻറ്റൻസിനെയും നെഗറ്റീവ് ആക്കാൻ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഹെൽപ്പിംഗ് വെർബിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി. ഇനി ഇതേ സെൻറ്റൻസ് ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ്റെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ നിങ്ങളെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങളെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എങ്ങനെ എഴുതും? Have I met you before? Have I met you before? അപ്പോൾ ഒരേ സെൻറ്റൻസിന് നമ്മൾ പോസിറ്റീവാക്കി, ദെൻ പിന്നെ നെഗറ്റീവാക്കി, ക്വസ്റ്റ്യൻ ആക്കി. ക്വസ്റ്റ്യൻ ആക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബ് ആദ്യം എഴുതിയാൽ മതി. അപ്പോൾ അത് ക്വസ്റ്റ്യനിലേക്ക് മാറും. ഇവിടെ
ഹാവ് എന്നതാണ് ഹെൽപ്പിംഗ് വേർബ്. അപ്പോൾ ഹാവിനെ ആദ്യം എഴുതുമ്പോൾ ഹാവ് ഐ മെറ്റ് യു ബിഫോർ, ഹാവ് ഐ മെറ്റ് യു ബിഫോർ. നേരത്തെ നമ്മൾ ഹാവ് വെച്ച് വരുന്ന എക്സാമ്പിൾസ് ആണ് നോക്കിയത്. ഇപ്പോൾ നമുക്ക് ഹാസ് വെച്ച് വരുന്ന എക്സാമ്പിൾസ് നോക്കാം. അവനൊരു കാറുണ്ട്, അവനൊരു കാറുണ്ട്. എങ്ങനെ എഴുതാം? അവന് എന്നതിന് നമുക്ക് ഹി ഹാസ് എ കാർ, ഹി ഹാസ് എ കാർ. ഇവിടെ സബ്ജക്റ്റ് ഹി ആയതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഉപയോഗിച്ചത്. അവൾക്കൊരു ബ്രദറുണ്ട്, അവൾക്കൊരു ബ്രദറുണ്ട്. എങ്ങനെ എഴുതാം? ഷീ ഹാസ് എ ബ്രദർ, ഷീ ഹാസ് എ ബ്രദർ. അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 എക്സാമ്പിൾസിലൂടെ പഠിച്ചത് ഹാസ് ഹാവ് എവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അടുത്തത് നമുക്ക് ഹാഡ് എവിടെയെല്ലാം ഉപയോഗിക്കാം എന്ന് നോക്കാം. ഹാസ് ഹാവ് നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്, ഹാഡ് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ്. ഹാസ് ഹാവിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണെങ്കിൽ ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഹാസ് ഹാവ് നമ്മൾ പറഞ്ഞിരുന്നു സിംഗുലർ പ്ലൂറൽ സബ്ജക്റ്റിനനുസരിച്ചാണ് എഴുതാന്ന്. ഹാഡിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും, അതായത് ഹി, ഷീ, ഇറ്റ്, അതല്ല ഏതെങ്കിലും ഒരു സിംഗുലർ നൗൺ, അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റുകളായ ഐ, യു, വി, ധേ, ഇനി അതുമല്ല ഏതെങ്കിലും ഒരു പ്ലൂറൽ നൗൺ ആണെങ്കിലും നമുക്ക് എന്തെന്നെ ഉപയോഗിക്കാം? ഹാഡ് തന്നെ ഉപയോഗിക്കാം. ഇനി ഹാഡ് ഉപയോഗിക്കുന്ന 2 എക്സാമ്പിൾസ് നോക്കാം. ഞങ്ങൾക്കൊരു ഗംഭീര പാർട്ടി ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ഗംഭീര പാർട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയതാണ് പാസ്റ്റ് ടെൻസിൽ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? വി, ഞങ്ങൾക്ക് എന്നതിന് വി had a grand party. We had a grand party. ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് എഴുതാം ഐ ഹാഡിൻറ്റ്. നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഐ ഹാഡിൻറ്റ് വാഷ്ഡ് my dress. I hadn't washed my dress. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഹാസ്, ഹാവ്, ഹാഡ് എന്നിവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.